സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. നരിവേട്ടക്കിറങ്ങിയ കുറച്ചുപേർ എന്നോടൊപ്പം ഉള്ളത് ചിത്രത്തിലെ സംവിധായകൻ അനുരാജ് മനോഹർ, പ്രധാന വേഷം ചെയ്യുന്ന ടൊവിനോ തോമസ്, സ്ക്രിപ്റ്റ് റൈറ്റർ എബിൻ ജോസഫ്. ടൊവിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കുറച്ച് യാത്രകളെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അല്ലേ? കാണാത്ത ഭൂപ്രദേശങ്ങൾ തേടി കുടുംബത്തോടൊപ്പം ഉള്ളൊരു യാത്ര. പക്ഷേ ഇത്തവണത്തെ യാത്ര കുറച്ചും കൂടി അവസ്മരണീയമാകുമെന്ന് തോന്നുന്നു. തായ്ലൻഡിലെ ഫെസ്റ്റിവലിൽ അല്ലേ, ഗോൾഡൻ ഹോഴ്സ് എന്ന് പറയുന്ന ഫിലിം ഫെസ്റ്റിവലിൽ ARM പ്രദർശിപ്പിച്ചു. നിറഞ്ഞ പ്രദർശനമായിരുന്നു. ഒരുപാട് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. അതായത് ഇത്ര ആൾക്കാർക്കൊക്കെ നമ്മളറിയാമോ? കാര്യം ഇത് നമ്മളത് കഴിഞ്ഞ് അവരോട് സംസാരിച്ചപ്പോൾ മലയാളം സിനിമകളൊക്കെ അവിടെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഞാൻ ബേസിലിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തായ്വാനിലുള്ള ഒരു പെൺകുട്ടി എനിക്കൊരു ചുക്ക് കാപ്പി, അവിടുത്തെ ചുക്ക് കാപ്പിയുടെ ഒരു പാക്കറ്റും അതിൽ എഴുതിയേക്കുന്ന നോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ബേസിലിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത തവണ ബേസിലിന് പുതിയ മുഖം മറ്റേ വ്യക്തമായിട്ട് പാടാൻ പറ്റുമെന്ന്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗുരുവായൂരമ്പല നടകളുടെ പ്രമോഷൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ ആ ജോക്ക് വരെ മനസ്സിലാക്കുന്ന തായ്വാൻകാരായിട്ടുള്ള, ഞാൻ പറഞ്ഞത് അവിടെ താമസിക്കുന്ന മലയാളികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവിടുത്തെ അപ്പൊ അത്രയും നമ്മളെ മലയാളം ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്. 3 കൊല്ലമായിട്ടൊക്കെ എന്റെ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരിയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് ചെന്നപ്പോൾ അവിടെ 2018 എന്നുള്ള സിനിമ അവിടെ റീസെന്റ് ആണ് തായ്വാനീസ് അവിടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, തായ്വാനീസ് ഭാഷയിലാക്കിയിട്ട്. അപ്പൊ അതിന്റെ ഒരു സ്ക്രീനിങ് വെച്ചു ഞാൻ ചെന്ന അന്ന് തന്നെ. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിന് വന്നത് വേറെ ക്രൗഡായിരുന്നു. അത് കഴിഞ്ഞ് ARM എന്നുള്ള സിനിമയുടെ അവിടുത്തെ ഈ ഗോൾഡൻ ഹോഴ്സ് ഫാന്റസി ഫിലിം ഫെസ്റ്റിവലിൽ ARMന്റെ സ്ക്രീനിങ്ങിന് അത് ഞങ്ങൾ ചെന്ന ഷോ നിറഞ്ഞ സദസ്സായിരുന്നു. അതല്ലാതെ 2-3 ഷോ ഉണ്ടായിരുന്നു. ആ നിറഞ്ഞ സദസ്സിൽ അവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ സിനിമയെ പറ്റിയിട്ട് നമ്മളെയൊക്കെ നേരത്തെ അറിയാവുന്ന ആൾക്കാർ ആണ് അവിടെ വന്നിരിക്കുന്നത്. അവര് മറ്റേ ഇവിടെ പോലും കാണാത്ത പോലെ ഫ്ലെക്സും ബാനറും മറ്റേ ഓട്ടോഗ്രാഫിന് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ നിങ്ങൾക്ക് ശരിക്കും തന്നെ അറിയാമോ നിങ്ങൾ? അപ്പൊ അങ്ങനെ അത് ഭയങ്കര അത്ഭുതമാണ്. അതായത് ഇത് ഞാൻ പറയുന്നത് എന്റെ മേന്മയല്ല പറയണ, ഒരു സിനിമ എന്ന് പറയുന്നത് അതൊരു വിഷ്വൽ ലാംഗ്വേജ് ആണ്. മലയാളം സിനിമ വിഷ്വൽ ലാംഗ്വേജ് ആണ്. നല്ല സിനിമകൾ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ദേശാതിർത്തികളൊന്നും ഇല്ലല്ലോ. പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ്. അതിനപ്പുറത്തേക്ക് മലയാള സിനിമ വളർന്നിരിക്കുന്നതിൻ്റെ ഒരു നേട്ടം കൂടിയാണ് ARM അടയാളപ്പെടുന്നത് അല്ലേ? അത് ARM മാത്രമല്ല, 2018 ആണെങ്കിലും അങ്ങനെ കുറെ സിനിമകൾക്ക് അത് നമ്മളെ പോലെ അറിയുന്നില്ല. ഇപ്പോൾ മിന്നൽ മുരളി എന്നുള്ള സിനിമ ഞാൻ നോക്കും, അന്ന് 30 രാജ്യങ്ങളിൽ അത് നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് ടോപ്പ് 10 ഉണ്ടായിരുന്നു. 30 രാജ്യങ്ങളിൽ ചിലപ്പോൾ ഹോണ്ടുറാസും ബഹാമാസും പോലത്തെ സ്ഥലങ്ങളിൽ മലയാളികൾ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലമല്ല. അവിടെ അത് ട്രെൻഡിങ്ങിൽ വരിക എന്ന് പറയുന്നത് അപ്പൊ അവിടെയുള്ള ആൾക്കാരും മലയാള സിനിമ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളറിയാതെ ഇപ്പൊ നമ്മള് ഇവിടെ ഇരുന്നൊരു കൊറിയൻ സിനിമയോ അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് സിനിമയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലൊരു സിനിമ കാണുന്നത് ആ സിനിമയിലെ അഭിനേതാക്കളോ അണിയപ്രവർത്തകരോ ചിലപ്പോൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. നിരവധി പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? നരിവേട്ടയിലും ഒരു പോലീസാണ്. മറ്റ് പോലീസ് വേഷങ്ങളിൽ നിന്ന് നരിവേട്ടയിലെ പോലീസ് ചിലപ്പോൾ വ്യത്യസ്തനാകണം അല്ലേ? ആ വ്യത്യസ്തതയായിരിക്കാം ടൊവിനെ പോലെ ഒരാൾ ആ ക്യാരക്ടറിനെ ഏറ്റെടുക്കാൻ കാരണം. എന്താണ് ആ വ്യത്യസ്തത? അതിന്റെ നമുക്ക് സ്ക്രിപ്റ്റായിട്ട് നമുക്ക് ഇത് നമ്മൾ ആദ്യമായിട്ട് വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്ക് ബോധ്യമാവുന്ന രീതിയിൽ തന്നെ അതിനകത്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ട് സിനിമനെ സമീപിക്കുന്ന ആൾക്കാരാണ്, അനുരാജ് ആണെങ്കിലും അഭിനാണെങ്കിലും. അപ്പോൾ ഇവര് ഈ ക്യാരക്ടർ എന്നെയും പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പോൾ റിപ്പീറ്റേറ്റീവ് ആവാതെ ഇപ്പോൾ ആസ് എ ഫ്രണ്ട് അനുരാജ് തീർച്ചയായിട്ടും എൻ്റെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അത് കാരണം കൊണ്ട് ഞാൻ റിപ്പീറ്റേറ്റീവായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല അനുരാജ്. അപ്പം എൻ്റെ അടുത്തേക്ക് കഥയും നറേറ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് ക്യാരക്ടറിൻ്റെ ഒരു രൂപരേഖ എനിക്ക് തന്നിരുന്നു. പിന്നെ ഞാനും പേഴ്സണലി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാവണം എന്ന് പേഴ്സണലി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥാപാത്രം വന്നപ്പോൾ സിനിമയുടെ ടോട്ടാലിറ്റിയും അതുപോലെ ഈ ക്യാരക്ടറിന്റെ ഒരു പെർഫോമൻസ് സ്കോപ്പും എന്നെ എക്സൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളപ്പോൾ തന്നെ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. പേരെന്താണ്? വർഗീസ് പീറ്റർ. കോൺസ്റ്റബിൾ ആണ്. അതെ. അത് എന്നാലും ഇയാൾ പോലീസ് ആവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് പോലീസ് അയാളും അല്ല.
പക്ഷെ പോലീസ് ആയി കഴിയുമ്പോൾ ഇയാൾ അതിലേക്ക് അഡാപ്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അഡാപ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളും പിന്നീട് ഇയാൾ കാണുന്ന കാഴ്ചകളും അങ്ങനെയൊക്കെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇത് ഇമോഷണലി ഭയങ്കര ഹുക്കിംഗ് ആണ് ഈ സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംവിധായകനിലേക്ക് എഴുത്തുകാരിലേക്കും വരുന്നതിന് മുമ്പ് ഒരു ഇതും കൂടെ ചോദിക്കാം. കാരണം അതൊരു വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫിഗർ എന്ന് പറയുന്നത് ചേരനാരും. പ്രൊമനൻ്റ് ആയിട്ടുള്ളൊരു സംവിധായകനും നമുക്കെല്ലാം മലയാളികൾക്ക് പ്രിയങ്കരനാണ് അദ്ദേഹം. എഴുത്തുകാരൻ എന്ന നിലയിലും ഇവൻ നടൻ എന്ന നിലയിലും സംവിധായകൻ നിലയിലും അദ്ദേഹമായിട്ടുള്ളൊരു മലയാളത്തിലെ ആദ്യത്തെ സിനിമയും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ, അല്ലേ? മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു തമിഴിലും പുള്ളി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ് പുള്ളി മലയാളത്തിൽ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ. പുള്ളിയുടെ ഇത്രയും കാലത്തെ കരിയറിൽ പുള്ളി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഭയങ്കര രസമുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങുമാണ് അദ്ദേഹം. അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു സംവിധായകനും അഭിനേതാവും കൂടി ആയത് കാരണം കൊണ്ട് ഈ ലൊക്കേഷനിൽ നിന്നിട്ട് മോണിറ്ററിന്റെ ബാക്കിൽ നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് ക്യാമറയിൽ നോക്കിയെന്നൊക്കെ നമ്മളെ വിളിച്ച് പറയുന്ന, അതായത് നമ്മൾ കൂടുതൽ എന്നാൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞ് പുള്ളിയുടെ ജീവിതകഥയും പുള്ളിയുടെ ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ കഥയും അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന അങ്ങനത്തെ വളരെ നല്ലൊരു മനുഷ്യനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയിലാണെങ്കിലും പുള്ളിയുടെ ക്യാരക്ടറും അത് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നതും ഒക്കെ അത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നതിനേക്കാൾ അത് പ്രേക്ഷകർക്ക് ഭയങ്കര ട്രീറ്റ് ആയിരിക്കും. നൈവേട്ടയെക്കുറിച്ച് ആകെ നമുക്കുള്ള റെഫറൻസ് എന്ന് പറയുന്നത് ട്രെയിലറാണ്. നമ്മൾ കാണുമ്പോൾ അതിനകത്ത് അവിടെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു മുത്തങ്ങ സംഭവമാവണം എന്ന്, അതിനെ ഇതിവൃത്തമാക്കിയിട്ടുള്ളതാവണം എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിനെ അല്ല, അതിൻ്റെ സാധ്യതകളൊക്കെ കാണുമ്പോൾ അങ്ങനെ. അപ്പോൾ എനിക്ക് എൻ്റെ എന്നാലും ഇൻസിഡൻറ്റ് അതല്ലെങ്കിൽ കൂടിയും ഒരു വിമർശനത്തിന് സാധ്യത കൂടുതലാണ്. കാരണം ഇതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പോലീസുകാരും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരെല്ലാം ജീവിച്ചിരിക്കുന്ന ഒരു സമയമാണ്. തൊട്ടു മുമ്പ് നമ്മുടെ എമ്പുരാൻ്റെ വിവാദങ്ങളൊക്കെ ഒന്ന് അടങ്ങി തീർന്നിട്ടുള്ള സമയമാണ്. അതിൻ്റെ പേടിയുണ്ടോ? ഇല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ കോട്ട് ചെയ്യുന്ന സിനിമയല്ല ഇത്. ഞാൻ കണ്ട കാഴ്ചകൾ ഇപ്പോൾ അബിൻ്റെ സ്ക്രിപ്റ്റിലാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. ആ ഇൻസിഡൻറ്റിലേക്ക് നമ്മൾ ബോധപൂർവം ഒരു ഇൻസിഡൻറ്റിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല ഇതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം. നമ്മളൊരു സാമൂഹ്യ നീതി ഉറപ്പുവരുന്ന തരത്തിലൊരു കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള എൻ്റെ കാഴ്ചകൾ. ഇപ്പം എൻ്റെ വീടും അബിൻ്റെ വീടും കണ്ണൂർ ജില്ലയിലാണ്. ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ അടുത്ത് ആണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ പരിചയപ്പെടുന്നത് കൊച്ചിയിൽ വെച്ചാണ്. പക്ഷെ നമ്മളിതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്ന ഉദ്ദേശിച്ച കാര്യം ഈ പറഞ്ഞ വർഗീസ് എന്നുള്ള ഒരു സാധാരണ മനുഷ്യൻ പോലീസ് ആവുന്നതും അയാൾക്കൊരു അധികാരം കയ്യിൽ വരുന്നതും അയാൾ മുന്നോട്ട് പോകുന്ന യാത്രയിൽ അയാൾ ചെന്നുപെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അഡ്രസ്സിങ് ആണ് നമ്മൾ ആത്യന്തികമായി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന പോലെ ഇപ്പം മുത്തങ്ങ നിങ്ങൾ സൂചിപ്പിച്ച പോലെ മുത്തങ്ങ മാത്രമല്ല, ഇപ്പോൾ പൂയംകുട്ടിയിലായിക്കോട്ടെ, ചെങ്ങറയിലായിക്കോട്ടെ, നന്ദിഗ്രാമിലായിക്കോട്ടെ ആദിവാസി പ്രക്ഷോഭ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആർക്കാണ് നീതി കിട്ടിയിരിക്കുന്നത്, നീതി ആർക്കൊപ്പമാണ് എന്നത് നമ്മൾ സമൂഹം സ്വയം പരിശോധിക്കേണ്ട വിഷയമാണ്. അപ്പം മുത്തങ്ങ നടന്നിട്ട് ഇപ്പോൾ 22 വർഷം കഴിഞ്ഞു. അന്ന് ജനിച്ചൊരു കുഞ്ഞിന് 22 വയസ്സായി. അപ്പോൾ നമുക്കത് ഒരു വാർഷിക എപ്പിസോഡായിട്ട് അരമണിക്കൂർ പ്രോഗ്രാമായിട്ട് ചുരുക്കേണ്ട വിഷയമാണോ എന്ന് സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആസ് എ ഫിലിം മേക്കർ എന്ന ആൾക്ക് എനിക്ക് കുറച്ച് സൂചനകൾ ആ സിനിമയിൽ പറയാനുണ്ട്, എൻ്റെ കാഴ്ചപ്പാടുകൾ പറയാനുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് പറയാൻ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന സമരത്തെ അല്ലെങ്കിൽ ഇന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ഡോക്യുമെൻ്ററി ചെയ്യുകയല്ല, നമ്മൾ സിനിമ ചെയ്യുകയാണ്. കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ നേരത്തെ പറഞ്ഞ 22 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, അന്ന് ഇപ്പം മുത്തങ്ങ എന്ന് പറയുകയാണെങ്കിൽ പോലും അന്ന് ജനിച്ചൊരു കുഞ്ഞ് പോലും ഇപ്പോൾ 22 വയസ്സായി. അവൻ ഈ സിനിമ കാണുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജുള്ള തിയേറ്റർ എക്സ്പീരിയൻസസ് ഒരുപാടുള്ള സിനിമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശക്തമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ അവൻ്റെ സ്ക്രിപ്റ്റിനാണല്ലോ നമ്മൾ സിനിമ ചെയ്യുന്നത്. അവൻ എഴുതി വെച്ച് ഇത് നമ്മൾ അങ്ങനെ ചരിത്രം അതേപോലെ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ഡോക്യുമെൻ്ററി പോലെ അങ്ങനെ നമ്മളിതിനെ ട്രീറ്റ് ചെയ്തിട്ടേ ഇല്ല. ഇത് നമ്മൾ ഫിക്ഷണൽ എലിമെന്റ്സ് എല്ലാം ഉള്ള ഈ കഥാപാത്രം തന്നെ ഫിക്ഷണലാണ്. എന്നുവെച്ചാൽ എല്ലാ സിനിമയിലും അങ്ങനെ ഇത്രയും പോസ്റ്റ്മോർട്ടം നടത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അതിന് പറയുന്ന ആശയം ന്യായമായിട്ടുള്ളൊരു ആശയമാണോ എന്നുള്ളതാണ്. ഇതിൽ ആരുടെയും നേരെ വിരലുകൾ ചൂണ്ടുകയല്ല. നമുക്ക് ആരുടെയെങ്കിലും നേരെ ചൂണ്ടണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വയം വിരലുകൾ ചൂണ്ടേണ്ടി വരും. കാര്യം നമ്മളൊക്കെ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഇതുപോലുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടും ഇപ്പോഴും നമ്മളെ ഒന്നും ബാധിക്കാത്ത കാര്യങ്ങൾ, പല അട്രോസിറ്റീസ് ഇവിടെ നടന്നിട്ടും നമ്മളുടെയൊക്കെ ജീവിതം സ്മൂത്തായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ സ്വന്തം മുഖത്തേക്ക് ചൂണ്ടേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയാണ്, ആ ഉത്തരവാദിത്വം വളരെ ഇമ്പോർട്ടൻറ്റ്, പ്രത്യേകിച്ച് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിന് നമ്മളെ പലപ്പോഴും നമ്മളങ്ങനെ ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയെ ഒരു പ്രത്യേക സൂചനകളൊന്നുമില്ല. ഇല്ല, നമുക്കത് അങ്ങനെ നമ്മളത് ചെയ്തിട്ടില്ല. നമ്മുടെ വിഷയം അതല്ല. നമ്മളുടെ വിഷയം മറ്റൊരു തരത്തിലുള്ള നീതിയാണ്.
അബിൻ്റെ ആദ്യത്തെ തിരക്കഥയാണ് അതെ, അല്ലേ? അതെ. ആ റൂമിൽ സബ് എഡിറ്റർ ആയിരുന്നു എന്നുള്ള അതെ ഗ്രഹലക്ഷ്മിയിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ത്രെഡ് എവിടുന്ന് കിട്ടുന്നതാണ്? ഞാനും എൻ്റെ കൂടെ ശരിക്കും വേറൊരു കഥ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കുറേ വർഷം മുന്നേ. അപ്പം അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഐഡിയ, ഈ ഒരു ക്യാരക്ടറിനെ എനിക്ക് ആദ്യം കിട്ടുന്നത്. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അയാളൊരു പർട്ടിക്കുലർ മൊമെന്റിൽ പോലീസ് ഓഫീസർ ആവുന്നു. അപ്പം പവർ കയ്യിൽ വരുവാണ്. പിന്നെ അയാൾ നടത്തുന്ന ഒരു യാത്രയുണ്ട്. അപ്പം നമുക്കൊരു മാന്ത്രിക ശക്തി കിട്ടിയാൽ അത് വെച്ചിട്ട് നമ്മൾ കളിക്കുന്ന ഒരു കളികളുണ്ട്. ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഗുണവും ദോഷവും ഉണ്ടല്ലോ ഈ സാധനത്തിന്. അതേപോലെ തന്നെയാണ് നമുക്ക് അധികാരം കിട്ടുമ്പോൾ. അപ്പം അങ്ങനെ ആലോചിച്ച് ആ പോക്കാണ് ഈ ഒരു കഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഇയാൾ ചെന്നുപെടുന്ന ഒരു കോൺഫ്ലിക്റ്റ് വേണം. അന്നേരം നമ്മളിങ്ങനെ പല സാധനങ്ങൾ ആലോചിച്ചു, അതിലേക്ക് ഒരു ഇൻസിഡന്റ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഈ കഥാപാത്രത്തിനൊപ്പമുള്ള ഒരു യാത്രയാണ്. അതിൽ പല ഇൻസിഡന്റുകൾ ഉണ്ടാകുന്നു, വേറെ കഥാപാത്രങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, പ്രതിസന്ധികൾ വരുന്നു. വർഗീസ് പീറ്ററിനൊപ്പമുള്ള ഒരു യാത്രയാണ് ശരിക്കും നരിവേട്ട. വർഗീസ് പീറ്റർ ആയിട്ട് ആദ്യം മുതൽ ടൊവിനോ തോമസ് ഫസ്റ്റ് ഓപ്ഷൻ. എപ്പോഴാണ് ആദ്യമായിട്ട് ടൊവി എടുത്ത് ഈ കഥ പറയുന്നത്? നമ്മൾ കഥ ആയി കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ഡ്രാഫ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി ഡിസ്കസ് ചെയ്ത് അത് നമ്മൾ മാറ്റി ഏതാണ്ട് ഒരു 6 മാസം കാലയളവ് എടുത്തു ടൊവിയിലേക്ക് എത്താൻ. പക്ഷേ ടൊവി വിളിക്കുന്ന സമയത്ത് നമ്മൾ പോകുന്നു, ടൊവി കാണുന്നു, നമ്മൾ കഥ പിച്ച് ചെയ്യുന്നു. ആ സമയത്ത് ടൊവിയും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു നടനാണ് എന്നാണ് നമ്മളുടെ ഒരു കാഴ്ച കൂടെ ഉണ്ടല്ലോ, കൂടെ യാത്ര ചെയ്യുക എത്രയും വർഷമായിട്ട്. അപ്പോൾ ഇത് ടൊവി നിരാശപ്പെടുത്താതെ, ടൊവിക്ക് നിരാശ ഉണ്ടാക്കാത്ത ഒരു കഥയായിരിക്കും എന്നുള്ള തോന്നൽ നമ്മൾ രണ്ടുപേർക്കും ഉണ്ടാകും. അതേ ആസ്പെക്റ്റിൽ ടൊവി അത് പിക്ക് ചെയ്യാറുണ്ടായി. കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി എനിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്നെ ഇമോഷണലി മൂവ് ചെയ്യിച്ച, എന്നാൽ ആസ് ആൻ ആക്ടർ എന്നെ ചലഞ്ച് ചെയ്യുന്ന ഒരു കഥ കേൾക്കുന്ന സമയത്ത് അതപ്പോൾ തന്നെ ചെയ്യാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. നരവേട്ടയായിരുന്നു വരേണ്ടത്. നരി എന്നുള്ളത് ബോധപൂർവം ചെയ്തൊരു വാക്കാണ്. ശരിക്കും പറഞ്ഞാൽ ആദിവാസി ഊരുകളിൽ ഒരു കൊയ്ത്തു ഉത്സവം നടക്കാറുണ്ട്. നരിതൂക്ക് എന്നാണ് അതിൻ്റെ പേര്. നരിതൂക്ക് എന്നായിരുന്നു നമ്മളിതിൻ്റെ വർക്കിംഗ് ടൈറ്റിൽ പേരിട്ടിട്ടുണ്ട്. നരിതൂക്ക് എന്ന് പറഞ്ഞൊരു നമ്മുടെ വിഷു, ഓണം അല്ലെങ്കിൽ മറ്റ് ഫെസ്റ്റിവൽ, റംസാൻ പോലെയുള്ള ഫെസ്റ്റിവൽ പോലെയുള്ള ഒരു ഫെസ്റ്റിവൽ, അവരുടെ ഫെസ്റ്റിവലാണ്. എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ കൊയ്ത്തുത്സവത്തിൻ്റെ ഭാഗമായി ഒരു പുലിവേഷം കെട്ടിയ കുഞ്ഞ് ഈ പാടത്ത് വരുന്നു. അതിനെ 4 സൈഡിലും വളഞ്ഞ് ഇതിനെ പിടിച്ച് കാട്ടുമുത്തപ്പന് അതിന് നാക്കരിഞ്ഞ് സമർപ്പിക്കുന്നതാണ് ഉത്സവത്തിൻ്റെ. അതൊരു ഡ്രാമ, സ്ട്രീറ്റ് ഡ്രാമ പോലെയാണ് അവർ പ്രദർശിപ്പിക്കുക. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് വർഗീസിൻ്റെ ഒരു പ്ലേയുടെ ഒരു എൻഡ് ചെയ്യുന്നത്. എന്താണോ പുലിക്ക് സംഭവിച്ചതെന്ന് പോലെ തന്നെയുള്ള ഒരു റീഡിങ് അതിൽ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നരിവേട്ട എന്നുള്ളത് ഈ പുലിയെ വേട്ടയാടുന്ന ഈ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നരവേട്ടയും കൂടി നമുക്ക് റീഡബിൾ ആവണം. എന്ന് വെച്ചാൽ ഈ കണ്ടന്റ് അതും കൂടി ഉണ്ട്. മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട, നരനുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റും കൂടി ഇതിലുണ്ട്. നമ്മൾ കാണുമ്പോൾ അതാണ് വെടി വെച്ചുകളൊക്കെ കേൾക്കുന്നത് ഈ പാവം ആളുകളുടെ നെഞ്ചിലേക്കാണ്. അവർ ചുമപ്പതിനകത്തുണ്ട്. ചില വെടികൾ മാത്രമേ പൊട്ടുന്നുള്ളൂ, ഒച്ച പതുക്കെ വരുന്നുള്ളൂ. അതാണ് എടുത്തു പാടായിരുന്നു ഇതിൻ്റെ പൊതുവെ. ഇല്ല, അങ്ങനെ കല്യാശ്ശേരി പോലെ തീസിസ് എഴുതിയ ആൾക്ക് അല്ല. ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ നമുക്കൊരു കഥാപാത്രം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളെ എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്ക് വളരെ പെട്ടെന്ന് കിട്ടി. കാരണം അതിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പം ആ സീനുകൾ എഴുതാനും ഒരു പർട്ടിക്കുലർ സീനിൽ ഇയാൾ എങ്ങനെ റിയാക്ട് ചെയ്യും, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനോട് ഇയാളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് എളുപ്പമാണല്ലോ എഴുതാൻ. പിന്നെ ബാക്കി ക്യാരക്ടേഴ്സിനെ പറ്റി നമുക്കൊരു ഏകദേശ ധാരണകൾ ഉണ്ടായിരുന്നു കൃത്യമായിട്ട്. അവരെന്താണ്, അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് മനസ്സിലായി നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ജൈവികമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ്, ആ രീതിയിലാണ് ഞാൻ എഴുതിപ്പോയത്. ഇവിടെ ടൊവിനോ പോലെ ഒരു നടനാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എഴുതുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും? അങ്ങനെ എഴുതേണ്ട കാര്യമില്ലല്ലോ. കഥാപാത്രങ്ങൾ ഒരിക്കലും ഒരു നടനെ മാത്രം ബേസ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ ആ നടന് എന്താണ് പിന്നെ, അതായത് അങ്ങനെ ആ കഥാപാത്രമായിട്ട് മാറാനായിട്ട് നടൻ എഫേർട്ട് എടുക്കണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്? അല്ല, ആ രീതിയിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. അതായത് എഫേർട്ട് എടുക്കും കുറച്ച് കൂടുതൽ എഴുതിക്കും. അല്ല, വലിയ രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം സാധാരണ ഇപ്പം നമ്മുടെ സ്ക്രിപ്റ്റ് ഇപ്പം പലരും അല്ലെങ്കിൽ രാവിലെ വായിച്ചാൽ മതി. ശരിക്കും രാവിലെ സീൻ വായിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷെ ടോവി തലേ ദിവസം ഡയലോഗ് റെക്കോർഡ് ചെയ്ത് വാങ്ങിക്കും, ആ സ്ലാങ് പിടിക്കാൻ വേണ്ടി ഒക്കെ, അതിന്റെ മോഡുലേഷൻ സാധനങ്ങൾ. അപ്പം രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കും ഇങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിച്ചത്. അപ്പം അത്രയും ഇൻവോൾവ് ആണ് ആ ക്യാരക്ടറിനെ പറ്റി. അത് നമ്മൾ ഭയങ്കര പ്രിപ്പറേഷൻ എടുക്കേണ്ടി വരും. ടൊവി ചോദിക്കും എന്നുള്ള സാധനത്തിൽ കൂടി നമ്മൾ അഡീഷണൽ പണി നമ്മൾ എടുക്കണം. നമ്മളെയും കൂടി പണിയെടുപ്പിക്കുന്ന തരത്തിൽ ചില ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് വരും. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ജോലി നമ്മൾ ചെയ്യുന്നു, അതായത് എന്ത് ജോലി നമ്മൾ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ചെയ്യുന്നു എന്നുള്ളത് ആളുകൾ
അറിയേണ്ട കാര്യമോ അറിയുന്നു ഇല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും വേണ്ടത് സിനിമ ഒരു പ്രൊഡക്റ്റായിട്ട് വരുമ്പോൾ ആൾക്കാരത് സിനിമയായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എഫേർട്ട് എടുക്കണമെങ്കിൽ അതിന്റെ റിലീസിന് മുമ്പ് വരെ എടുക്കാൻ പറ്റുള്ളൂ. റിലീസിന് ശേഷം എടുക്കുന്ന എഫേർട്ടുകൾ കാര്യമില്ലല്ലോ. അപ്പോൾ ഷൂട്ടിന്റെ സമയത്തും റിലീസ് വരെയുള്ള സമയത്തും നമ്മൾ പരമാവധി എഫേർട്ട് എടുക്കുക, അതിനെല്ലാവരും ഇൻവോൾവ് ആയിട്ട് ഒരു ഒറ്റ മനസ്സോടെ നിൽക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ആദ്യകാലം മുതൽ എനിക്ക് ടൊവി അറിയാം. അപ്പം വാക്കുകളിൽ പോലും ഒരു മെച്യൂരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഗസ്സിങ് ആണ്, അറിയില്ല. മോഹൻലാലിനെ പോലെ പൃഥ്വിരാജിനെ പോലെയൊക്കെ കുറേ സീനിയർ ആക്ടേഴ്സിനോടൊപ്പം അഭിനയിച്ചതിൻ്റെ ഒരു വലിയ ഒരു പൂർണ്ണത എന്തെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ മാതൃകയാക്കുന്നത് നമ്മളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ തന്നെയാണ്. നമ്മളുടെ അതേ മേഖലയിലുള്ള മറ്റാളുകൾ അവരുടെ ചിന്താഗതികളും അവരുടെ രീതികളും അവർ അഭിനയിക്കുന്ന സമയത്ത് അവലംബിക്കുന്ന രീതികളും ഒക്കെയും കണ്ട് അത് രണ്ടാൾ എന്നുള്ളതല്ല, എല്ലാവരിൽ നിന്നും പഠിക്കാനുണ്ട്. നമ്മൾ സീനിയേഴ്സിൽ നിന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതേ പ്രായമുള്ളവർ അല്ലെങ്കിൽ നമ്മളെക്കാളും പ്രായം കുറവുള്ളവരായിട്ട് അവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ ഒരു മനസ്സ് തുറന്നു വെച്ചിരിക്കുകയാണ്. എവിടെന്നെങ്കിലും പുതിയതായിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കാം, തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താം, നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക. ഓരോ ദിവസം നമ്മളുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കണമല്ലോ. സംവിധായകൻ തൃപ്തനാണോ? നമുക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഡയറക്ടറിനെയും റൈറ്ററിനെയും ഒക്കെ കാസ്റ്റിംഗ് ക്രൂവിനെയും ഒക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും ഞാൻ എനിക്ക് എൻ്റെ വാലിഡേഷൻ വേണ്ടത് എൻ്റെ ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും ഒക്കെ തന്നെയാണ്. ഇവരാണ് ഈ കഥ എഴുതി ഈ കഥാപാത്രത്തിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ എഴുത്തുകാരനും ഈ സംവിധായകനായിരിക്കും. എനിക്ക് വാലിഡേഷൻ വേണ്ടത് ഇവരുടെ നിന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിലുള്ള സംവിധായകനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ഏതൊരു സിനിമയും കണ്ടു കഴിയുമ്പോൾ അതിനകത്ത് നന്നായെങ്കിൽ നന്നായെന്നും മോശമായെങ്കിൽ മോശമായെന്നും മുഖത്ത് നോക്കി പറയുന്ന ആളാണ് അനുരാജ്. അത് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളെ സൗഹൃദം നഷ്ടപ്പെടില്ല. ഞങ്ങൾ അത്രയും പരിചയമുള്ള ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ 100% നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആയാലും നമുക്ക് വീണ്ടും കാണുമ്പോൾ നമുക്ക് നന്നാക്കാമായിരുന്നു എന്ന് തോന്നലുണ്ടാവും. പക്ഷേ ആ മേക്കിംഗ് പ്രൊസീജിയറിൽ എന്നെ ഭയങ്കരമായി സാറ്റിസ്ഫൈ ചെയ്യിച്ച, ഇമോഷണലി ടച്ച് ചെയ്ത മൊമെന്റ്സ് ഒക്കെയാണ്. ടോബി മാത്രമല്ല, ടോബി ചില സ്ഥലത്ത് നമ്മളെ ശരിക്കും മനസ്സ് തൊട്ടിട്ടുണ്ട്. ഈ ഓൺ സ്ക്രീൻ നമ്മൾ കാണുമ്പോഴേ ആ സന്ദർഭം ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. നമ്മുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നുവെച്ചാൽ ഒന്ന് ടോബി ചെയ്യുന്നത്, പിന്നെ ആ കഥാപാത്രത്തിൻ്റെ കൂടെ ആയിരുന്നല്ലോ കുറച്ച് കാലങ്ങളായി ഞങ്ങൾ. അപ്പോൾ അത് ഏറ്റവും ഇമോഷണലി വീക്ക് മൊമെൻ്റ് ആണ്. അപ്പോൾ കട്ട് പറയുന്ന സമയത്ത് വെള്ളി വീണു. അത് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. അത് എനിക്ക് ആ കഥാപാത്രത്തോടുള്ള ഭയങ്കരമായ ഒരു അടുപ്പം കൊണ്ടാണ്. അത് തിയേറ്ററിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് വിജയിച്ചു എന്നുള്ള ആ ഇമോഷൻ. ഈ സിനിമ അങ്ങനത്തെ ഒരു കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് എനിക്കും എന്നെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ ഭയങ്കര ടെക്നിക്കലായിട്ട് മാത്രമല്ലല്ലോ നമ്മൾ അഭിനയത്തിനെ സമീപിക്കുന്നത്. നമ്മൾ ഒരു സാധാരണ മനുഷ്യനാണല്ലോ. അപ്പൊ നമുക്ക് ഈ കഥാസന്ദർഭങ്ങളും മറ്റ് ആ കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ മറ്റ് ചുറ്റുമുള്ള കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുകയും സ്ക്രിപ്റ്റിലുള്ളതും അതല്ലാതെ നമ്മൾ കൂടുതൽ ചിന്തിക്കുമല്ലോ. സ്ക്രിപ്റ്റിലുള്ളതിന് കൂടുതൽ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുമല്ലോ. അത് കൺവിൻസിംഗ് ആയിട്ടും ബിലീവബിൾ ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയ രീതിയിലെങ്കിലും അത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അപ്പോൾ ശരിക്കും കരയാൻ ഗ്ലിസറിന് ആവശ്യം വരില്ല ഇങ്ങനെ. കാര്യം ഒന്ന് ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഞാനും അനുരാജും ഒക്കെ. ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. കരയാനൊക്കെ എളുപ്പമുള്ള ആൾക്കാർ. ഞങ്ങൾ തൂവാലയോടെ കൊണ്ട് കരുതണം തിയേറ്ററിൽ. കരയാനെ കുറച്ചും കൂടെ എളുപ്പം, ചിരിക്കാനെ എഫേർട്ട് എടുക്കേണ്ടി വരും. ഞാൻ ഭയങ്കര ഇമോഷണലി ഒരു വികാരജീവിയാണ് ശരിക്കും. അഭിം കുറച്ച് ഹാർഡാണ്. കരയാനൊക്കെ കുറച്ച് കരയാനൊക്കെ പാടാണ്. പക്ഷെ അദ്ദേഹമാണ് എഴുതി വെക്കുന്നത് കരയാൻ വേണ്ടിയിട്ട് അല്ലേ. ആ ഇമോഷന് ഭയങ്കര ഇഷ്ടമാണ് ആ ഇമോഷൻ ക്യാരി ചെയ്യുന്നത്. ഇത് ക്യാരക്ടർ ഭയങ്കര ഇമോഷണലാണ്. പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടൊവിനോ തോമസ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ഏറ്റവും കോംപ്ലക്സ് ആയ ഒരു 3-4 കഥാപാത്രങ്ങളിൽ ഒന്നാണ്. പല ഷെയ്ഡ്സ് ഉണ്ട്, പല പിന്നെ ഓരോ ക്രൈസിസ് വരുമ്പോഴും ഓരോ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. അപ്പം പല ഗ്രാഫുകളുണ്ട്. അപ്പം വളരെ കോംപ്ലക്സ് ആയ ക്യാരക്ടറാണ്. പക്ഷെ എന്നാൽ ഈ ക്യാരക്ടറിന് ഒരു ഒഴുക്ക് വേണം, എങ്കിലേ നമ്മളതിൽ ആ ക്യാരക്ടറിനൊപ്പം പോകത്തുള്ളൂ. അപ്പം അത് വളരെ പ്രയാസകരമാണ് അഭിനയിക്കാൻ സത്യത്തിൽ. അപ്പം ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, പക്ഷെ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചെയ്ത് ഫലിപ്പിക്കാൻ. എന്തുകൊണ്ട് ടൊവിനോ എന്ന് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ചേരൻ വന്നു എന്നുള്ളൊരു പ്രധാന ചോദ്യമാണ്. അല്ല, ഇതിലെല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നത്. ഇപ്പോൾ സുരാജേട്ടൻ്റെ ക്യാരക്ടർ, ബഷീർ എന്നുള്ള ക്യാരക്ടറാണ്. സുരാജേട്ടൻ ഭയങ്കര നിർണായകമായ സമയത്ത് വരികയും പോവുകയും ചെയ്യുന്ന ആളാണ് സിനിമയെ സംബന്ധിച്ചിട്ട്. ഇപ്പോൾ ചേരൻ സാറിൻ്റെ ആയാലും, ചേരൻ സാറ് മലയാളത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നു. പുള്ളി ചെയ്യാത്ത തരം ഷെയ്ഡ്സ് ഉള്ള കഥാപാത്രമാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ഇപ്പോൾ പുതിയ കാലത്തെ വിഷ്വൽ എക്സ്പീരിയൻസ് എന്നുള്ളത് ആർട്ടിസ്റ്റിനെയും കൂടി ബേസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. നമ്മൾ റിപ്പീറ്റീവായ ആൾക്കാരെ ട്രൈ ചെയ്യാതെ ആ വാട്ട് ഈസ് ദ നെക്സ്റ്റ് മൊമെൻ്റ് എന്നുള്ളത്
പ്രീ ജഡ്ജ്മെൻ്റ് ഇല്ലാത്ത ആൾക്കാർ ട്രൈ ചെയ്ത സിനിമയ്ക്ക് അത് ഗുണം ചെയ്യുന്നുണ്ട് പലപ്പോഴും. പല സിനിമകളിലും നമ്മൾ അത് കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ചേട്ടൻ സാറിനെ ചൂസ് ചെയ്യാനുള്ള കാരണം. എല്ലാ ക്യാരക്ടേഴ്സിനും ഇപ്പം ആര്യ സലീം എന്നുള്ള പുള്ളിക്കാരി, പ്രണവ് എന്നുള്ളൊരു ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായിട്ടുള്ള ആൾക്കാർ നമ്മൾ ആലോചനകൾക്ക് ഭാഗമായിട്ട് എടുത്താൽ. ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോൾ ഇതൊരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്, ഇന്ത്യൻ സിനിമ കമ്പനി എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കമ്പനി ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം വെച്ചാൽ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് തമാശയായിട്ട് പറയായിരുന്നു, ഭയങ്കര റിലാക്സ് ഷൂട്ട് ആയത് കാരണം കൊണ്ട് അനുരാജിൻ്റെ ഇടയ്ക്ക് പ്രഷർ ലോ ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കഥ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര സഹകരണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് ബാവക്കട ആർട്ട് എല്ലാവരും തമ്മിൽ. പിന്നെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ വേറൊരു സ്ഥലത്ത് പോയി നിന്ന് ഒരുമിച്ച് ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇപ്പം അത് എല്ലാ സിനിമ സെറ്റിലും ഉണ്ടാവുന്നതാണ്. ഇവിടെ കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ശരിക്കും സിനിമയുടെ ഷൂട്ട് അങ്ങനെ ഭയങ്കര ഹെക്ടിക് അല്ലായിരുന്നു. റിലാക്സ് എന്ന് പറഞ്ഞാൽ അത് റിലാക്സ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എഫിഷ്യൻ്റ് ആയിട്ട് പണിയെടുക്കുന്ന കാരണം കൊണ്ട് വരുന്നൊരു റിലാക്സ്ഡ് അന്തരീക്ഷമാണ്. അല്ലാതെ നമ്മൾ ഉഴപ്പിയതിൻ്റെ പേരിലുണ്ടാവുന്ന റിലാക്സ്ഡ് അന്തരീക്ഷമല്ല. രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. വർക്ക് കൃത്യമായിട്ട് നമ്മൾ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും എല്ലാ ദിവസവും വർക്ക് തീർത്ത് റിലാക്സ്ഡ് ആയിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിന് പ്രധാന കാര്യം വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസറുടെ ആൾക്കാരും സ്ഥിരമായിട്ട് ലൊക്കേഷനിൽ ഉണ്ടാവുകയും അവരെല്ലാം നോക്കി നടത്തുകയും ആദ്യത്തെ പ്രൊഡക്ഷനാണ്. എന്നിട്ടും നമുക്ക് എവിടെയും ഒരു കൺഫ്യൂഷനോ ഒരു ബ്ലോക്കില്ലാതെ സിനിമയുടെ കൂടെ അങ്ങനെ 100% നിന്നിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പോൾ ഇപ്പം ഇന്നും നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഞങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് ഇറങ്ങുന്നത്. അപ്പോൾ അത്രയും ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ആദ്യത്തെ സിനിമയാണെങ്കിൽ അതിൻ്റെയും കൂടെ അവർ കുറച്ചും കൂടെ ഇൻവോൾവ് ആണ്. കാണാക്ക് ശേഷം കുറച്ച് മുഖാമുഖം വരുന്ന സുരാജുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര നല്ല ആർട്ടിസ്റ്റുകളോട് ഓപ്പോസിറ്റ് നിന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മളുടെയും പെർഫോമൻസ് നന്നാവും. സുരാജിൻ്റെ പെർഫോമൻസ് അഭിനയിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കാനും ഭയങ്കര നല്ലതാണ്, ഭയങ്കര. ഞാൻ മനഃപൂർവ്വം ഈ പേരുകളൊക്കെ എടുത്തിട്ടാണ്, കാരണം ഇവരൊക്കെ ഇതിനകത്തുള്ള ആൾക്കാരാണ്. സുരാജിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു പടം വരുമ്പോഴേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കും. വിളിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങും. നമുക്കത് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ പറയാം നമുക്ക് കുറച്ച്. അപ്പം നമ്മൾ ഒരു സീനിന് മുമ്പ് ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്കും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പം അത് നമ്മൾ ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പേ നമ്മൾ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ. വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുന്നിട്ട് ഇതിനെ പറ്റി സംസാരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട്. സുരാജേട്ടനും ഇത് പറയുന്ന പോലെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കാലം മുതലേ എനിക്ക് പരിചയമുള്ള ആളാണ്. ആസ് എ ബ്രദർ പോലെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ സുരാജേട്ടനെ സംബന്ധിച്ചിട്ട് സുരാജേട്ടൻ സ്വിച്ച് ഇട്ട പോലെ ക്യാരക്ടർ ആവുന്നു. അതുപോലെ തന്നെ രാത്രി 12 മണി ഹെക്ടിക് ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മളിവിടുത്തെ ഷൂട്ട് ചെയ്യും. അപ്പോൾ 10,000-1500 ജൂനിയർ ആർട്ടിസ്റ്റിനെ വട്ടത്തിലെടുത്തിട്ട് പുള്ളി മറ്റേ ഇൻസ്ട്രുമെന്റേഷൻ മറ്റേ മൈക്കിൽ പാട്ട് പാടും, മിമിക്രി. അപ്പോൾ നമ്മൾ ഈ ഭയങ്കര ഇമോഷണൽ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ കേൾക്കാം, ചിരിച്ചിട്ടൊക്കെയാണ് ആക്ഷൻ പോയത്. അപ്പോൾ അപ്പുറത്ത് വൻ കോമഡി സൈലൻസ് ആണ്. അപ്പോൾ അത് ടോട്ടലി ആ ടീം വർക്കിന്റെ ഭാഗമായിട്ടുള്ള അതൊക്കെ എന്ന് വെച്ചാൽ അങ്ങനത്തെ സുരേട്ടൻ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ മൊത്തം ക്രൂവിന്റെയും കാസ്റ്റിന്റെയും ഒക്കെ മൊറയിലൊന്ന് ഹൈ ആക്കി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെ ടോട്ടൽ പെട്ടെന്ന് ആൾക്കാർ ചിരിച്ചൊക്കെ ഓക്കെ റെഡി അങ്ങനെ ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് കയറും. ഇഷ്ക് പോലത്തെ സിനിമയുണ്ട്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളും അതിൻ്റെ ഒരു കഥാപരിസരങ്ങളും ഒക്കെ വളരെ ചെറിയതാണ്. പക്ഷേ അരിവേട്ടയിലേക്ക് വരുമ്പോൾ ഒരു വലിയ ബിഗ് സ്ക്രീനാണ്, വലിയ വൈഡ് സ്ക്രീനാണ്. അപ്പോൾ അതൊരു വലിയ പ്രതലം ആഗ്രഹിച്ചിരുന്നതാണോ അതോ അതിന് വേണ്ടി ശ്രമം ഉണ്ടായിരുന്നു? ഈ ഇഷ്കിന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ, ടോവിയൊക്കെ വെച്ചിട്ട് ആദ്യം ആലോചിച്ച സിനിമ. അത് പല കാരണങ്ങളാൽ മാറി. ആ സിനിമ ചൂസ് ചെയ്ത് അത് വളരെ നേരത്തെ പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. സെവൻത് ഡേയിൽ ഉണ്ടായിരുന്നു അല്ലേ? ശരി. അപ്പോൾ ഈ ഇഷ്കിനെ സംബന്ധിച്ചിട്ട് ഇഷ്ക ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ ആൾക്കാരാണ് കൂടുതലും. കാരണം അതിൽ 3-4 ക്യാരക്ടേഴ്സേ ഉള്ളൂ, പരിമിതമായ ലൊക്കേഷൻസേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ക്രാഫ്റ്റ്മാൻ എന്നെ ചലഞ്ച് ചെയ്തത് അതാണ്. അത്രയും ചെറിയ സ്ഥലത്ത് ചെറിയ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടൊരു സിനിമ ഫലിപ്പിച്ചെടുക്കുക പ്രയാസമാണ്. 12 Angry Men പോലത്തെ സിനിമയാണ് എൻ്റെ മനസ്സിൽ ആദ്യം. ആ സ്ക്രിപ്റ്റ് പ്രതീക്ഷയുടെ സ്ക്രിപ്റ്റാണ് അത് കേട്ടത്. അത് ഫലിപ്പിച്ചാൽ ആസ് എ ക്രാഫ്റ്റ് ഇപ്പോൾ ഇത്രയും പേരുണ്ട്. അന്ന് എനിക്കൊന്ന് 70 സിനിമകൾ ഇറങ്ങിയ കാലമാണത് ആ സമയത്ത്, 2019 മെയ്. ആ മാസം 3 മാസങ്ങളായി എത്രയും പടങ്ങൾ ഇറങ്ങിയ എല്ലാ സിനിമകളും നന്നായി പോകുന്ന സിനിമകളാണ്. അപ്പോൾ അത്തരം സിനിമകൾ വരുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തണമെങ്കിൽ നമ്മൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന റിസ്ക്കാണ് ഞാൻ ആ സിനിമയിലെടുത്തത്. ശരിക്കും അത് ശരിക്കും ഇപ്പോൾ ആലോചിക്കുമ്പോൾ വൻ റിസ്ക്കായിരുന്നു, പുതിയ സിനിമ എന്നുള്ളതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് നാളെ എന്നാൽ പിന്നെ ഒരു അട്ടിപറിക്കപ്പെടുന്ന സിനിമ ചെയ്യാന്നല്ല. ഇത് കഥ കേൾക്കുന്നു, കഥയിൽ എനിക്ക് ആസ് എ ക്രാഫ്റ്റ്മാൻ എനിക്ക് ചെയ്യാനുണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ടെംപ്ലേറ്റ് സിനിമകൾ എന്നെ
ശരിക്കും ടെംപ്ലേറ്റ് സിനിമകൾ സംഭവിക്കുന്നത് നല്ലതാണ്, ഇൻഡസ്ട്രിയിൽ വലിയ ഹിറ്റുകൾ ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടി ഇമ്പ്രസീവ് ആയിട്ടുള്ള കഥകൾ, അതിൻ്റെ പരിസരങ്ങൾ, അതിലെ ആർട്ടിസ്റ്റുകൾ, അവരുടെ സംഘർഷങ്ങൾ, ഇത് അങ്ങനെ ചെയ്യപ്പെടുക, കാലത്തിനപ്പുറത്ത് സഞ്ചരിക്കപ്പെടുക എന്നൊക്കെയുള്ള അത്യാഗ്രഹമുള്ള ആളാണ് ഞാൻ. അപ്പം നരിവേട്ട ചൂസ് ചെയ്യാൻ കാരണം ആ സിനിമയിൽ ഉള്ള റിസ്ക് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഔട്ട്ഡോർ സിനിമയാണ്, ഇത്രയും വലിയ ക്യാൻവാസിൽ ചെയ്യേണ്ട സിനിമയാണ്, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ റിസ്ക്കാണ്. ഇപ്പം നമ്മൾ പറയാം, ഇപ്പോൾ ആ പ്രദേശത്തേക്ക് ഇൻഡസ്ട്രിയൽ ക്രെയിനാണ് നമ്മൾ ലിറ്റപ്പിന് ഉപയോഗിച്ചത്, 120 ഫീറ്റ് ക്രെയിൻ. അത് വന്ന് അന്ന് മഴ പെയ്തു, അത് സ്കിഡായി ആ പ്രദേശത്തേക്കുള്ള കോമൺ ആൾക്കാരുടെ യാത്രാഗതാഗതം മുടങ്ങി, നാട്ടുകാർ പ്രക്ഷോഭത്തിൽ വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് 780 അടി, എനിക്ക് എക്സാക്റ്റ് എനിക്ക് അറിയില്ല, അത്രയും ഗോഡകൾ ലൈറ്റ് പരിപാടിക്ക് വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ അത്രയും എഫേർട്ട് വരുമ്പോൾ ഇത് ലാഗാകുമ്പോൾ എനിക്കറിയാം ഇത് ഇത്ര വലിയ സിനിമ ആയതുകൊണ്ടാണ് ഇത് ലാഗാവുന്നത്, ടെൻഷൻ അടിക്കരുത്. അങ്ങനെ സ്വയം നമ്മളെ ബാക്കപ്പ് ചെയ്യുന്ന തയ്യാറെടുപ്പും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ അടുത്ത സിനിമ ചെയ്യുന്നത് മറ്റൊരു തരത്തിലുള്ള ട്രൈ ആയിരിക്കും, ഇതിൻ്റെ വിജയമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അടുത്ത സിനിമ എന്നുള്ളത്. വിഷ്കിൽ അന്നത്തെ സമയക്കുറവുകൊണ്ടാണോ പറ്റാതായത്? അന്ന് പിന്നെ വെച്ചാല് ഞാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്, അതായത് കമ്മിറ്റഡ് ആയിട്ടുള്ള സിനിമകളുടെ വൈകിക്കണ്ട. നന്നായില്ലേ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അനുരാജ് വേഗം സിനിമ ചെയ്യാന്നുള്ള ബൈപ്പാസ് ചെയ്ത് സിനിമ ചെയ്യുന്ന ആളല്ല. നേരത്തെ കമ്മിറ്റ് ചെയ്തു ലൈനിങ് ഒരു ലൈനപ്പിലുള്ള സിനിമകൾ ചെയ്ത് തീർത്തിട്ട് പ്രയോറിറ്റി അതാണ് നല്ല ഇടയിലെ പടങ്ങൾ കയറാതെ നമ്മള് ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിലേക്ക് പോകുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടുപിട്ടി, രണ്ട് കണ്ണൂരുകാർ തമ്മിൽ കണ്ടുപിട്ടിയത് വളരെ രസകരമായിരിക്കണം. അതെപ്പോഴായിരുന്നു? ഞങ്ങൾ കൊച്ചിയിൽ വെച്ചിട്ടാണ്. ഒരു പഞ്ചായത്താണ് ശരിക്കും പറഞ്ഞത്. അതെ, ആ സ്ഥലം പറഞ്ഞ സ്ഥലം കല്യാശ്ശേരി, ഇരിട്ടിയിലാണ്. എൻ്റെ ഇരിട്ടിയിലാണ്. എൻ്റെ വീട് അവിടെ നിന്ന് ഒരു 14 കിലോമീറ്റർ കീഴ്പള്ളി എന്ന് പറയുന്നത്. പക്ഷെ ഇഷ്ക ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഫസ്റ്റ് പടം ചെയ്യാനുള്ള ആലോചനയുടെ സമയത്ത് ഒരു തന്നെ വിളിച്ചായിരുന്നു, ഇങ്ങനെ കഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ അഗ്രസീവായിട്ട് സിനിമ ശ്രമങ്ങളൊന്നും നടത്തുന്ന ഇതല്ലായിരുന്നു. പിന്നെ ഞാനും വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇഷ്ക് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സബ്ജക്റ്റ് ആലോചിക്കുന്ന സമയത്തും ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പോഴും എനിക്ക് അങ്ങനെ പറയാം, നമ്മൾക്ക് അങ്ങനെ കഥകളൊന്നും ഞാൻ റെഡിയാക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആണ് എനിക്കൊന്ന് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞു വരുന്ന സമയത്താണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നതും. ഭയങ്കര ഹെവി ക്യാരക്ടറാണ് ഏറാം പോലെയുള്ള നരിവേട്ടവൻ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറിയിട്ട്. അപ്പൊ ഈ സിനിമ അപ്പൊ പിന്നെ ഒരു മിക്സ് വേണം, എല്ലാം പലതരം ക്യാരക്ടേഴ്സ് ചെയ്യണം. ഇന്റൻസ് ആയിട്ടുള്ളതും അത്രയൊന്നും ഇന്റൻസ് അല്ലാത്ത ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള മിക്സ് ഓഫ് ക്യാരക്ടേഴ്സ് വരുമ്പോഴാണെന്ന് തോന്നുന്നു ആസ് എൻ ആക്ടർ എനിക്കും പലതരം സാധനങ്ങൾ ചെയ്യുന്നതിന്റെ, അല്ലെങ്കിൽ എല്ലാം അജയൻ തന്നെ നോക്കാം, അതിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്നും മറ്റൊന്നിനേക്കാൾ വ്യത്യസ്തമാണ്. ഞാൻ ഈ അജയന്റെ ലൊക്കേഷനിൽ പോയിരുന്നത്, അപ്പം മറ്റേ മണിയൻ ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ 10 മണിക്ക് എന്തോ ഫുൾ കറുത്ത പെയിന്റും പല്ലൊക്കെ കളർ അടിച്ചിരിക്കുക. ആ സമയത്ത് നമ്മൾ ലൂഡോ കളിക്കും, 10 മണി 12 മണി ഷൂട്ടിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാർട്ട് ഓഫ് ദ ഗെയിം എന്നുള്ള അത്ര ലാഘവത്തോടുകൂടി എനിക്ക് തന്നെ അവിടെ അത്രയും സമയം നിൽക്കാൻ പറ്റും. സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ ഈ. പക്ഷെ അത് കൃത്യമായി നിന്ന് അതിന് ഹാർഡ് വർക്ക് ചെയ്ത് ആ മണീൻ്റെ എൻട്രിയൊക്കെ എന്താ അടിപൊളിയാണ്. അതുപോലെ അതിനകത്ത് കുറേ കാസർഗോഡ് ആ സമയത്ത് അവിടെ ഭയങ്കര ചൂടായിരിക്കും എന്നുള്ള കാരണം കൊണ്ട് മറ്റേ എന്താ പറയാ അങ്കത്തല് രാത്രിയാക്കി കൊട്ടും തണുപ്പ്, ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന പരിപാടിയില്ല. അതായത് ഹാർഡ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്ക് സംസാരിക്കപ്പെടുന്നുള്ളൂ. പക്ഷെ ഓരോ ദിവസവും ഒരു ലൊക്കേഷനില് ദ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക്, ഒരു സിനിമ അത് വിജയിക്കുന്നു പരാജയപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ അതിന് വിജയിച്ച സിനിമയ്ക്കാണെങ്കിലും പരാജയപ്പെട്ട സിനിമയ്ക്കാണെങ്കിലും ഒക്കെ എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക്, ഫിസിക്കലായിട്ടുള്ള ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഈ മെന്റൽ സ്ട്രെയിൻ ഒക്കെ ഓരോ ദിവസവും ഓരോ ലൊക്കേഷനിൽ എടുക്കുന്നത് ഭയങ്കര അധികം തന്നെയാണ്. അത് ആ ലൊക്കേഷനിൽ നിന്ന് കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. സിനിമ ആൾക്കാർ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ആൾക്കാർക്ക് അത് നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റഡ് ഓഡിയൻസിന് ആ സിനിമ വർക്കാവുകയും നമ്മൾ ആഗ്രഹിച്ച പോലെ ആ സിനിമ അവരെ ചിന്തിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യുക, ഇതെന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഒരു എഫക്റ്റ് ആ സിനിമ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമേ മാറ്റർ ചെയ്യുന്നുള്ളൂ. ബാക്കി അതതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതിന്റെ കണക്ക് പറഞ്ഞിട്ട് ചെയ്യണം. ശേഖരവർമ്മ രാജാവ് എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഒരു തുടങ്ങി വെച്ചിരുന്നു, ഇടയ്ക്ക് വെച്ചത് നിന്നു, ഇനി തുടരാൻ സാധ്യതയുണ്ട്. ഇപ്പം നിവിൻ പോളിയുമായിട്ടുള്ള വിവാദങ്ങളുടെ ഒക്കെ ഒരു പശ്ചാത്തലമൊക്കെ നിൽപ്പുണ്ട്. എന്താണ് സംഭവം, അത് നടക്കുമോ? അത് പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കേണ്ടത്. പ്രൊഡക്ഷൻ ഹൗസായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡിലേയിൽ നിൽക്കുകയാണ്. പ്രൊഡ്യൂസർ പറയേണ്ട കാര്യമാണ്.
അപ്പോൾ അത് അവരുടെ ഭാഗത്തു നിന്നൊരു നോട്ട് വന്നാൽ നമ്മളത് ഇതെന്തായാലും ഞാൻ പറയായിരുന്നു 16-ാം തീയതിക്ക് ശേഷം ഞാനൊന്ന് പ്ലാൻ ചെയ്യും. മെയ് 16 എൻ്റെ ഡെഡ് ലൈൻ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് 17-ാം തീയതി രാവിലെ. നരിവട്ട മാത്രമേ അതിന് ശേഷം 17-ാം തീയതി രാവിലെ ആണ് അടുത്തതിനെ കുറിച്ച് ആലോചിക്കാൻ. അപ്പോൾ അത് നടക്കട്ടെ. ഈ നരിവേട്ട ഈ പറഞ്ഞ പോലെ ഒരു വേട്ടയായി മാറട്ടെ, ഭയങ്കര ഗംഭീരമായി മാറട്ടെ, തിയേറ്ററുകളൊക്കെ ആഘോഷിക്കപ്പെടട്ടെ. ഇതിലെ എന്താണ് കഥാപരിസരങ്ങളും പശ്ചാത്തലവും ഒക്കെ തന്നെ വിവാദങ്ങളായില്ലെങ്കിലും ഒരു പലരുടെയും കണ്ണ് തുറപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഉണ്ടാവാതിരിക്കട്ടെ. അതെ, വിവാദങ്ങൾക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും എല്ലാ ആശംസ.